തൂഫാൻ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇത്രയും സ്വീകാര്യത കിട്ടിയ മറ്റൊരു പദ്ധതി വേറെയില്ല. അതിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. അദ്ദേഹം തുടക്കമിട്ടിരിക്കുന്ന തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് വലിയ വിപ്ലവം തീർത്ത് മുന്നേറുകയാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ ഈ പദ്ധതിയെ ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സഭയിൽ കൂടി അദ്ദേഹം പറയുകയുണ്ടായി, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, ആരുടെയും വാക്കു കേൾക്കില്ല, തൂഫാനിൽ പിടികൂടുന്നത് ഏത് കൊമ്പന്മാരെയാണെങ്കിലും പിടിച്ച് അകത്താക്കുമെന്നും. ഇക്കാര്യത്തിൽ ഉറച്ച വാക്കാണ് അദ്ദേഹത്തിൻ്റെത്. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 3176 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പദ്ധതി ഇനിയും ശക്തമായി കൊണ്ടുപോകാൻ തന്നെയാണ് ചെന്നിത്തലയുടെ നീക്കം. ഇതിനായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ അടക്കം ഇതിനോടകം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. കേരളത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന മയക്കുമരുന്ന് വേട്ടയുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ തലത്തിൽ അതീവ ജാഗ്രതയോടെയുള്ള ഒരു മഹാപ്രതിരോധമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും മുന്നോട്ട് വെക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ട് മയക്കുമരുന്ന് വേട്ടയുടെ വിപുലമായ പദ്ധതിയാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമാക്കുന്നതിനായി തയ്യാറാക്കിയ നാർക്കോട്ടിക് കൺട്രോൾ വിഷൻ ഡോക്യുമെന്റ് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തിന് സമർപ്പിക്കും. ഈ മഹത്തായ ദൗത്യത്തിന്റെ ചരിത്രപരമായ തുടക്കമെന്നോണം നാളെ രാജ്യവ്യാപകമായി പിടിച്ചെടുത്തിട്ടുള്ള അതീവ മാരകമായ ലഹരി മരുന്നുകളുടെ ഒരു വൻ ശേഖരം പരസ്യമായി നശിപ്പിച്ചു കളയും. വിവിധ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അതിസാഹസികമായി പിടികൂടിയ അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം 6000 കോടി രൂപയോളം വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് നാളെ ഒറ്റയടിക്ക് അഗ്നിക്കിരയാക്കുകയോ ശാസ്ത്രീയമായി ഇല്ലാതാക്കുകയോ ചെയ്യുന്നത്. പുതിയ ദേശീയ പദ്ധതിയുടെ ഭാഗമായി ലഹരിക്കടത്തും അതിന്റെ വിപണനവും പ്രാദേശിക തലത്തിൽ തന്നെ പൂർണ്ണമായി തടയുന്നതിനായി ജില്ലാ അടിസ്ഥാനത്തിൽ അതീവ സുരക്ഷാ ജാഗ്രതയുള്ള പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും. ഓരോ പ്രദേശത്തെയും പ്രധാന ലഹരി സംഘങ്ങളെയും അവരുടെ വിതരണക്കാരെയും കൃത്യമായി കണ്ടെത്തി ഇല്ലാതാക്കാനാണ് ഈ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി കേസുകളിൽ ഉൾപ്പെടുന്ന കുറ്റവാളികളെയും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും കൃത്യമായി നിരീക്ഷിക്കുന്നതിനായി രാജ്യവ്യാപകമായി ഒരു പുതിയ ഡിജിറ്റൽ ഡാറ്റാബേസ് തയ്യാറാക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇതുവഴി ഒരു സംസ്ഥാനത്ത് കുറ്റം ചെയ്യുന്ന ലഹരി മാഫിയ അംഗത്തിന് മറ്റൊരു സംസ്ഥാനത്ത് ഒളിവിൽ പോകാനോ പ്രവർത്തനം തുടരാനോ സാധിക്കില്ല. സംസ്ഥാനങ്ങളിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനും കേന്ദ്ര ഏജൻസികളുമായുള്ള ഏകോപനം ശക്തമാക്കാനും എല്ലാ സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോകളിലും ഒരു പ്രത്യേക നാർക്കോട്ടിക് വിഭാഗം രൂപീകരിക്കും. ഇതോടൊപ്പം ലഹരി മരുന്ന് കേസുകളിൽ കർശനവും വേഗത്തിലുള്ളതുമായ ശിക്ഷ ഉറപ്പാക്കൂ എന്നത് വളരെ പ്രധാനമാണ്. ഇതിനായി രാജ്യത്തുടനീളം കൂടുതൽ NDPS പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിചാരണ നടപടികൾ വേഗത്തിലാക്കുന്നതിലൂടെ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ വൈകാതെ നൽകാനും അതുവഴി സമൂഹത്തിൽ ലഹരി വ്യാപാരത്തിനെതിരെ വലിയൊരു ഭയം സൃഷ്ടിക്കാനും സാധിക്കും. ചുരുക്കത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം നാടിന്റെ നന്മയ്ക്കായി രമേശ് ചെന്നിത്തല വിഭാവനം ചെയ്ത ആ വലിയ പദ്ധതിക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാരും കൈയടിച്ചിരിക്കുകയാണ്. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തെക്കുറിച്ച് യതീഷ് ചന്ദ്ര IPS മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ഇന്നലെ ഞങ്ങളുടെ എറണാകുളം റൂറൽ ജില്ലയുടെ ജില്ലാ പോലീസ് മേധാവി സുദർശന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ തൂഫാനിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സീക്രട്ട് ഓപ്പറേഷനിൻ്റെ ഒരു സക്സസ് നിങ്ങളെല്ലാവർക്കും അറിയിക്കാൻ വേണ്ടിയാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു സക്സസ് ഓൺലി നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ മാധ്യമമോ അല്ല, നിങ്ങളുടെ നാട്ടിലുള്ള നാട്ടുകാരുടെ ഒരു വിജയം തന്നെയാണ്. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ ശേഷം കേരള മുഴുവൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തായിട്ട് ഡ്രഗ്സിനെതിരെ പോലീസിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സർക്കാരിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വേട്ട തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഞങ്ങൾക്ക് വളരെ വലുതായിട്ടുള്ള ഒരു സക്സസ് കിട്ടിയിട്ടുണ്ട്, വിജയം കിട്ടിയിട്ടുണ്ട്. അത് കാരണം
ജില്ലാ പോലീസ് മേധാവി അവരുടെ കൂടെയുള്ള ഞങ്ങളുടെ ജില്ലാ ഡൻസാഫ് ടീം അവരുടെ ഒരു വർക്ക് തന്നെയാണ്. സോ ബേസിക്കലി ഇന്നലെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഫോളോ ചെയ്തിട്ട് അവരുടെ ഒരു കുറേ ദിവസങ്ങളിൽ നിന്ന് വർക്കിനെടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു ഭാഗമായിട്ടാണ് ഒരു ടിപ്പ് ഓഫ് കിട്ടി, ഫോളോ അപ്പ് കിട്ടി. ഞങ്ങളുടെ ഡെൻസാഫ് ടീം ആദ്യം പോയപ്പോൾ ഒരു 1.5 kg ഹൈഡ്രോ ഗാഞ്ച പിടിക്കുന്നു. ഹൈഡ്രോ ഗാഞ്ച നിങ്ങൾ എല്ലാവർക്കും അറിയാം, ആ ഹൈബ്രിഡ് ഗാഞ്ച എന്താ പറയാം. ശരിക്കും ഹൈബ്രിഡ് ഗാഞ്ച എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ സാധാ ഗാഞ്ചയുടെ പോലെയല്ല. ഇറ്റ്സ് എ ഹൈഗ്രോഫോണിക്കലി ഗ്രോൺ ആൻഡ് നിങ്ങളുടെ ഗാഞ്ചയുടെ 2 ഭാഗങ്ങളായിരിക്കും. ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള 2 ഗാഞ്ചയുടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൾച്ചർ ചെയ്തിട്ടുള്ള സയൻറ്റിഫിക്കലി ഗ്രോ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ അഡിക്റ്റീവ് ആയിരിക്കും ആൻഡ് മാർക്കറ്റിൽ വളരെ ഹൈ പ്രൈസിലാണ് ഇതിൻ്റെ വിൽപ്പന ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു നോർമലായിട്ടുള്ള മാരിജുവാന ഒരു ഗഞ്ച ഞങ്ങൾ മാർക്കറ്റിൽ സെയിൽ ചെയ്തപ്പോൾ സ്ട്രീറ്റ് സെല്ലിംഗ് പ്രൈസ് മേ ബി 1 lakh 1.5 lakh ആയിരിക്കും പെർ kg. സ്ട്രീറ്റ് സെല്ലിംഗ് പ്രൈസാണ് ഞാൻ പറയുന്നത്. ബട്ട് ഇങ്ങനെ ഒരു ഹൈഗ്രോഫോണിക് ഗാഞ്ചയുടെ സ്ട്രീറ്റ് സെല്ലിംഗ് പ്രൈസ് വിൽ ബി അപ് ടു 1 crore എന്നാണ് നാർക്കോട്ടിക് ബ്യൂറോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആൻഡ് ഏറ്റവും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു 1.5 kg ആണ്, ഓക്കെ ഫൈൻ, വെരി ഗുഡ്. പിന്നീട് ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ പോകുമ്പോൾ ഇതിൻ്റെ സോഴ്സ്, ആ സ്റ്റോറേജ്, ഇങ്ങനെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഇനി 16.5 kg ഈ ഒരു ഹൈഡ്രോ ഗാഞ്ച ഹൈബ്രിഡ് ഗാഞ്ച കിട്ടിയതാണ്. സോ ടോട്ടൽ 18 കിലോ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഹൈബ്രിഡ് ഹൈഡ്രോ ഗാഞ്ച ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. 18 കിലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണം, ഏകദേശം 18 കോടി വരെ മാക്സിമം സെല്ലിംഗ് പ്രൈസായിട്ട് ഇത് ഒരു സ്ട്രീറ്റ് പ്രൈസായിട്ട് പോകേണ്ട ഒരു സാധനം തന്നെയാണ്. ഇങ്ങനെ ഒരു വിഷയം ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 18 കോടി രൂപ കേരള നാടിൻ്റെ പുറത്ത് പോകേണ്ട ഒരു പൈസ ആയിരുന്നു. ഈ 18 രൂപ പല വീടുകൾ, പല സ്റ്റുഡൻറ്റുകളെ ജീവിതം തകർക്കാൻ വേണ്ടിയുള്ള പണമായിരുന്നു. ഇത്ര ആയിരക്കണക്കിലുള്ള ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള സ്റ്റുഡൻസോ സിറ്റിസൻസോ യൂത്ത്സോ മോശപ്പെട്ട ഒരു വഴിയിൽ കൊണ്ടുപോകാനോ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു സംഭവമായിരുന്നു. എനിക്കറിയാം, ഈ ഒരു 18 kg മാത്രം പിടിച്ചത് കൊണ്ട് ഇത് മുഴുവൻ തീരാനൊന്നും പോകുന്നില്ല. പിന്നെ അവർ കൊണ്ടുവന്ന ഒരു വിഷയത്തിൽ ഈ 18 kg മാത്രമില്ലാത്ത ഞങ്ങൾക്ക് അറിയാം. മറ്റേ ഒരു തുടക്കം മാത്രമായിട്ടാണ് ഇത്ര ഞങ്ങൾ ഒരു നല്ല വിജയം ഞങ്ങളുടെ ഡൻസാഫ് ടീം, എറണാകുളം റൂറൽ SP-യുടെ, ഞങ്ങളുടെ ASP പെരുമ്പാവൂരിൻ്റെ ഒരു സംഘമായിട്ടാണ് ഇത് ഒരു ഞങ്ങൾ വിജയം കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ സോഴ്സ് ശരിക്കും ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഈ പ്രസ് മീറ്റിൽ അത് പറയാൻ പറ്റില്ല. ശരിക്കും ഔട്ട് ഓഫ് കൺട്രി തന്നെയാണ് ഒറിജിൻ. ആൻഡ് എങ്ങനെ വന്നു, എവിടെ നിന്നാ വന്നു, ഇതിന് പിന്നിൽ ആരാറുണ്ട്, നമ്മൾക്ക് ഏകദേശം ഇതിനൊരു ഐഡിയ ലഭിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള വർക്ക് പോലീസ് ചെയ്യുന്നുമുണ്ട്. സോ ഇതിൽ 2 അക്യൂസ്ഡ് ആണ് ഉള്ളത്. ഒരു A1 ആയുഷ് ಅಂತ പറഞ്ഞിട്ട്, A2 വൈഫ് ഓഫ് ആയുഷ് ആനിക ಅಂತ പറഞ്ഞിട്ട്. സോ
ഞങ്ങളുടെ ഒരുപാട് വർക്ക് മോർ ദാൻ 15 ഡേയ്സിലുള്ള ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ വർക്കിലാണ് ഈ ഒരു വിജയം ഞങ്ങൾ നൽകിയിരിക്കുന്നത്. സോ ഈ വിജയം കൊണ്ടുവന്ന ഞങ്ങൾ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിയും പിന്നെ എറണാകുളം ജില്ലയുടെ ഡൻസാഫ് ടീം, ASP പെരുമ്പാവൂർ, പിന്നെ എല്ലാവിധ നമ്മളെ ടീമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കേരളത്തിലെ പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാനിൻ്റെ അണ്ടറിൽ ഈ ഒരു വേട്ട ഇനി തുടർന്നു. ഞങ്ങൾ